ആളുകളെ ഓരോരുത്തരായി ചൂരൽമലയിൽ ഇക്കരയിലേക്ക് എത്തിക്കുന്നു. കനത്ത മൂടൽമഞ്ഞ്, ദുഷ്കരമായ ദൗത്യം അല്ലേ? തീർച്ചയായും ദുഷ്കരമായ ദൗത്യം എന്ന് തന്നെ പറയേണ്ടി വരും. കനത്ത മൂടൽമഞ്ഞാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ രക്ഷാദൗത്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥ പിന്നീട് ഉണ്ടായേക്കാം എന്നുള്ളൊരു ഭയവും ആശങ്കയും ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഉന്നത അധികൃതരുടെ ഭാഗത്തൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ പുഴയ്ക്ക് കുറുകെ പ്രധാനമായും ഇവിടെ നിന്ന് ഇത്തരത്തിൽ പാലമുണ്ടായിരുന്ന ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് പാലമുണ്ടായിരുന്ന പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ റോപ്പ് കെട്ടിക്കൊണ്ട് ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, വെള്ളവും ബിസ്ക്കറ്റും അടക്കമുള്ള സാധനങ്ങൾ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സാധനങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിരവധി ആംബുലൻസുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി പേരെ ജീവനോടുകൂടി നിസ്സാരമായ പരിക്കുകളോടുകൂടി രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ചാരിതാർത്ഥ്യം കൂടി രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. പക്ഷേ ഇന്ന് അറിയാം, വലിയൊരു അപകടമാണ് നടന്നത്. അതിന്റെ വ്യാപ്തി അത്രത്തോളം ഉണ്ട്. ഇപ്പോഴും നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മൾ കൃത്യമായി നിൽക്കുന്നത് ഇപ്പോൾ ചൂരൽമല ടൗണിനകത്താണ്. ഇവിടെ നിരവധി കെട്ടിടങ്ങളുടെ അടിത്തറ പോലും തകർന്നിരിക്കുന്ന ഒരു അപകടകരമായ അവസ്ഥയുണ്ട്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഇത്തരത്തിൽ സൈനികരൊക്കെ തന്നെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും എത്തിയ സൈനികരൊക്കെ തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അവരും ഇത്തരത്തിൽ തന്നെ ഏകോപനം നടത്തുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് PD സതീശനടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതികൾ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ശരി സാരംഗെ, ഇപ്പോൾ ഈ 3 മണിക്ക് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ ഒരു കുറിപ്പ് പ്രകാരം മരണം 65 എന്നതാണ്. ഇപ്പോൾ 84ലേക്ക് മരണം എത്തിയിട്ടുണ്ട്. 122 പേരെങ്കിലും കണ്ടെത്താനുണ്ട്. അതായത് ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട്. അതിനുള്ള തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലമ്പൂരിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയത് 16 മൃതദേഹം കിട്ടി. മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന നിലയ്ക്ക് കിട്ടിയത് 8 പേരുടേതാണ്. അങ്ങനെ 65 എന്നാണ് 3 മണിക്ക് വയനാട് ജില്ലാ ഭരണകൂടം നൽകിയ ഒരു ഔദ്യോഗികമായ അപ്ഡേറ്റ്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും മരണം 89 എന്നാണ് മനസ്സിലാകുന്നത്. 37 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. വിവിധയിടങ്ങളിൽ ഇപ്പോൾ ബന്ധുക്കൾക്ക് തന്നെ എവിടെയാണ് തങ്ങളുടെ ഉറ്റവർ എന്നറിയാത്ത ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ കൃത്യമായി ഏകോപിപ്പിച്ച് കാര്യങ്ങളിലേക്ക് എത്തുക എന്നത് ദുഷ്കരമായ കാര്യമാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി 5 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുന്ന നിലവിലെ സാഹചര്യം, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കാൻ. നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ഒരു ഭൂപ്രകൃതി, ഇതിൻ്റെ ഒരു അപകട സാധ്യതകൾ എങ്ങനെയാണ് എന്നുകൂടി നോക്കാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. ചൂരൽമലയിലേത് കടുത്ത കോടം ഇറങ്ങിയിരിക്കുന്നു. അതിനിടയിൽ വളരെ സാഹസികമായി തന്നെ രക്ഷാദൗത്യം അല്ലെങ്കിൽ ആളുകളെ ഇക്കരെ എത്തിക്കുന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. നദി ഇപ്പോഴും വളരെ ശക്തമായ ഒഴുക്ക് തന്നെയാണ്.